ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആക്ച്വലി ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. സോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. സോ എന്താണെന്ന് വെച്ചാൽ മിനി ഡോണറ്റ്സ്. അപ്പോൾ നമ്മളിതിൽ ഈസ്റ്റ്, എഗ്ഗ് ഇതൊന്നും ചേർക്കാതെ എങ്ങനെയാണ് മിനി ഡോണറ്റ്സ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് മൈദ ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ ആണ്. അത് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ ആണ് ചേർക്കണേ. ഇനി ഒരു 1/4 ടീസ്പൂൺ കൂടിയും ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കഴിഞ്ഞാൽ 3/4 ടീസ്പൂൺ ആയി. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആണ്. അപ്പം നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി രണ്ടാമത്തെ ടേബിൾ സ്പൂണും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ, ഷുഗർ, മൈദ. 1 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് തൈരാണ്. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. കപ്പ് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നമ്മളൊരു ഡോ തയ്യാറാക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി ഇതിലേക്ക് ലേശം ഓയിൽ, കുറച്ച് മതി കേട്ടോ, ലേശം ഓയിൽ ആക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡോ ആയിരിക്കും, കാരണം അത് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ പരത്തി വേണമെങ്കിൽ ഷേപ്പാക്കി അങ്ങനെ ചെയ്യാം. ഡോണറ്റ്സിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അതല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് താല്പര്യം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിംഗ് ഫിലിം വെച്ച് അടയ്ക്കാം. അതല്ലെങ്കിൽ വേറെ പാത്രം വെച്ച് അടച്ച് 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ 30 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, നമുക്ക് അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഡോണറ്റ്സിൻ്റെ ഷേപ്പാക്കി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിന് മുന്നേ ഞാനൊരു ഡോണറ്റ്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐക്കണിലോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണൂ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഡോണറ്റിൻ്റെ ഷേപ്പ് ആക്കണമെങ്കിൽ ആക്കാം. പക്ഷേ ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡോണറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നെയ്യോ തടവിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കടായിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണ്ട, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ,
നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് എന്താ പറയുക പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഉള്ളു വേവാതെ ആവും. അപ്പോൾ ചെറിയ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഷേപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ മനസ്സിലുള്ള ഡോണറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പല്ല വരെ, റൗണ്ട് ഫിഗർ അതിൻ്റെ ഉള്ളിൽ ഹോളായിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പല ഷേപ്പും ആക്കാം കേട്ടോ. ഇപ്പോൾ റൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും നല്ല ഷേപ്പുള്ള എന്തെങ്കിലും കുക്കി കട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാം. ഇതിപ്പോൾ ഞാൻ ബോളാക്കി എടുത്തു എന്ന് മാത്രം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം വെച്ചാൽ കുട്ടികളുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഡോണറ്റ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. ഇന്നൊരു ചിൽഡ്രൻസ് ഡേയും കൂടിയാണ്. പിന്നെ ഇത് നമ്മൾ നിങ്ങൾക്ക് ഷുഗറിൽ കോട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഷുഗറിൽ കോട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ്, അങ്ങനെ ചോക്ലേറ്റ് എന്താ പറയുക മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ ഡെക്കറേറ്റ് അങ്ങനെ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പം അതൊക്കെ നമ്മുടെ ഐഡിയ പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഗോൾഡൻ കളറായി വരുന്നേ ഉള്ളൂ. കണ്ടോ, ഡബിൾ സൈസായി, നമ്മൾ ഇട്ടേക്കാളും ഡബിൾ സൈസായിട്ട് വരും. കാരണം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇത് ഡബിൾ സൈസ് ആവും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ നമ്മുടെ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ഇതുപോലെ എടുക്കാം. കണ്ടോ, ഇത് ഞങ്ങൾക്ക് വറുത്തെടുത്ത് അപ്പോൾ തന്നെ ഷുഗർ കോട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് സോസ് ഡിപ്പ് ചെയ്ത് കഴിക്കാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ. ഇതാ അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് തയ്യാറാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒറ്റ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടോ, ശരിക്കും അത് ഓപ്പണാക്കി തരാം കേട്ടോ. നല്ല ചൂടാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. കണ്ടോ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ട് നമുക്ക് എൻ്റെ ഉള്ളിൽ നമുക്ക് ചോക്ലേറ്റ് ഫില്ല് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ഡോണറ്റ് റെസിപ്പിയാണ്. നമുക്ക് മുട്ട ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ഈസ്റ്റ് ചേർക്കുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.